ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പവിത്രയ്ക്ക് തിരിച്ചടികളുടെ കാലമാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ നമ്മുടെ അരുണിനെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിക്കാൻ നീ പ്ലാൻ ചെയ്ത് നടക്കും. അയാൾ പറയുന്നൊക്കെ ഞാൻ കേട്ടെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ ഇട്ട് പവിത്രയെ കൊടയുവാണ്. അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞ് പവിത്ര നിൽക്കുന്നുണ്ട്. പക്ഷെ മോഹിനി അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. പവിത്ര അവിടെ ഇട്ട് അടിച്ച് ഒതുക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അമ്മേ വിളിക്കരുത് നീ എന്നെ, അങ്ങനെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. മോഹിനി എന്താ ഇത്? അപ്പം എൻ്റെ ഏട്ടത്തി ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റൊരു ജീവിതം തേടുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇവിടെ. പക്ഷെ അങ്ങനെ ഒരുത്തി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ വന്ന് കയറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി. അപ്പം സ്വന്തം ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മോഹിനിക്ക് ഇപ്പോൾ പൊള്ളി. ഈ സമയം മോഹിനി ഇതെന്തൊരു കഷ്ടം നോക്കിയേ, നിനക്കെന്താ ഇത്രയ്ക്ക് വിവരമില്ലേ എന്നൊക്കെ ചോദിച്ചു ലക്ഷ്മി. എൻ്റെ വിവരക്കേടാണല്ലോ ഇത്. എന്തായാലും കയ്യിലെ പുള്ളി നോക്കി ഇരട്ട യോഗം ഉണ്ടെന്ന് ഇവളെ നോക്കിയേ അദ്ദേഹം പറഞ്ഞത് വെറുതെ ആയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മോഹിനി, അയാൾ തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ പറഞ്ഞു നടക്കാം. എന്തെങ്കിലും 10 രൂപ കൊടുത്താൽ പറഞ്ഞത് മാറ്റി പറയാൻ ഒരു മടിയില്ലാത്ത കൂട്ടരാ അവരെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാം. പവിത്ര അവിടെ നിന്ന് കരച്ചിൽ. മോളെ സാരമില്ല, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ലക്ഷ്മി. പെട്ടെന്നൊരാൾ വന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മോഹിനി നിന്നെ സംശയിച്ചു പോയതാ, മോൾ അതങ്ങ് വിട്ടുകളയാൻ പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പവിത്ര ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും മോഹിനിക്ക് ഒന്നും എത്തും പിടിയും കിട്ടാതെ ഇങ്ങനെ തല പുകഞ്ഞ് അവിടെ നിൽക്കുമോ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഏതെങ്കിലും നുണയാണോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് വഴക്കും മക്കാണോ ഒക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നീ ചിറ്റ, അതായത് നമ്മുടെ പിങ്കിയുടെ ചിറ്റ ഉണ്ടല്ലോ അവിടെ നിന്ന് ചിന്തിക്കുക. അപ്പം കയ്യിലൊരു പപ്പായ ഇരിപ്പുണ്ട്. ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഇതെന്താ ഇത്, വഴക്കൊന്നും ഇല്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഗിരിജ. ഈ സമയത്താണ് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ പപ്പായയും പിടിച്ച് ഗിരിജ അങ്ങോട്ടേക്ക് തിരിയുകയും ലക്ഷ്മി വന്ന് ഗിരിജ ഇടിച്ച് വീഴ്ത്തുകയും ഒരുമിച്ചായിരുന്നു. അപ്പോൾ എന്താ ഗിരിജ ഇത്, നിനക്കെന്താ കണ്ണ് കൊണ്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പപ്പായ എടുത്ത് കയ്യിൽ പിടിക്കുക. ഈ സമയം അപ്പം ഇവിടെ ചെവിയും മട്ടം പിടിച്ച് നിൽക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്താ ഉത്തരം പറയാനൊന്നും കിട്ടുന്നില്ലേന്ന്. അപ്പം എന്താ എടുത്ത് ഇവിടെ എന്ന് ചോദിച്ചു. മോഹിനി അങ്ങോട്ടേക്ക് വന്നു. അപ്പം കേട്ട മോഹിനി, ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഈ ഗിരിജ ഇവിടെ ചെവിയും മട്ടം പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ ഈ പപ്പായ ഉണ്ടല്ലോ ഇത് തൊടിയെന്ന് പറിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ ഇവിടെ വന്നപ്പോൾ ഇതൊന്ന് താഴെ പോയി അതെടുക്കാൻ നിന്നതാണെന്ന് പറഞ്ഞപ്പം കൊള്ളാം ഗിരിജ കൊള്ളാം, ഞാൻ വന്ന് തട്ടിയപ്പോഴാണ് ഈ പപ്പായ താഴെ വീണത്. പിന്നെ എന്തിനാ നിങ്ങൾ നിന്ന് നിപ്പിൽ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ രണ്ടാമത്തെ തവണയല്ലേ ലക്ഷ്മി, ആദ്യം വേറൊരു തവണ അത് താഴെ വീണു. അല്ല എന്തിനാ ഇപ്പം ഈ പപ്പായ? വെറുതെ ആണെന്ന് നേരം ഗിരിജ പറയാ. മോഹിനി അന്നേരം ഒരു നോട്ടം നോക്കി, ലക്ഷ്മിയും അതുപോലെ തന്നെ. അല്ല പവിത്രയായിട്ട് എന്താ പ്രശ്നം? തലയ്ക്ക് സുഖമില്ലാത്ത ആരോ അവളെ പറ്റി എന്തു പറഞ്ഞെന്നാ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടോ മോഹിനി, ഇപ്പം എങ്ങനെയുണ്ട്? താഴെ വീണ പപ്പായ എടുക്കാൻ കുനിഞ്ഞവര് ഇപ്പം എന്തെല്ലാം വിശേഷങ്ങൾ കേട്ടോന്നൊന്ന് നോക്കിക്കേ. അത് കൊള്ളാം, ചെവി അടച്ചു വെച്ചിട്ടൊന്നും അല്ലല്ലോ മനുഷ്യരിതെല്ലാം നടക്കുന്നത്. വല്ലതും ചെവിയിൽ വീണാൽ അത് ഞാൻ ചോദിച്ചു പോകും, അത്രേ ഉള്ളൂ എന്ന് ഗിരിജ അന്നേരം പറയാം. മനസ്സിലൊന്ന് വെച്ചും പുറമെ വേറൊന്ന് വെച്ചും പെരുമാറേണ്ട കാര്യം എന്താ? എനിക്കത് ശീലമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ എങ്കിലേ ഗിരിജ ഇനി മുതൽ അതൊക്കെ ശീലിച്ച് തുടങ്ങണം എന്ന് പറയുന്നു നമ്മുടെ ലക്ഷ്മി. വേറൊരു വീടാണ്. ഇവിടെ വേറെയും മനുഷ്യരും വേറെ പ്രശ്നങ്ങളും ഒരുപാടുണ്ടാകും. അങ്ങനെയുള്ളിടത്തേക്ക് വരുമ്പോഴേ കുറച്ചൊക്കെ കണ്ണും ചെവിയൊക്കെ അടച്ചു വെച്ച് ശീലിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി. ഇപ്പം ഞാനായോ കുറ്റക്കാരി? അത് കൊള്ളാവല്ലോ, ഇവിടുത്തെ പെണ്ണിനെ പറയാൻ കൊള്ളാത്ത ചരിത്രം ഉണ്ടായതിന് ഞാനാണോ പ്രതി? അത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു ഗിരിജ അവിടെ നിന്ന് പോയി. ഇത് കേട്ടപ്പോൾ മോഹിനിക്ക് ദേഷ്യം വന്നു. മോഹിനി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നണില്ല കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് പോയി. മോഹിനി ഇവിടെ അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്നോടാ കളി എന്ന് പറഞ്ഞ് പിങ്കിയുടെ അടുത്തേക്ക് ചെന്ന് കയറുക ഈ പെണ്ണുമുള്ള. എന്നിട്ട് എന്നോടാ കളി, ഒറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ ഗിരിജ ചെല്ലുമ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു പിങ്കി. അല്ല മോളെ, ഓരോരോ ചുറ്റിക്കളികളെ ഒടുക്കം കണ്ടു നിൽക്കുന്നവരാ പ്രതികളെന്നും പറയുമ്പോൾ എന്ത് ചുറ്റിക്കളി? വ്യക്തമായിട്ട് പറച്ചിട്ടേന്ന് പറഞ്ഞു പിങ്കി. എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല മോളെ, ആ പവിത്രയെ അന്വേഷിച്ച് ഏതൊരു ഭ്രാന്തൻ ഇവിടെ വന്നു. ഭ്രാന്തനോ? അതിനവളുടെ അമ്മായിയമ്മ അവളെ ഇട്ട് പോരിക്കുന്നു. കേട്ടപ്പോഴേ നല്ല രസമുണ്ട്. ഞാൻ കുറച്ചു നേരം കേട്ടുകൊണ്ട് ബാധുക്ക നിന്നു. ഉടനെ എന്നെ പ്രതിയാക്കാനേ എല്ലാം കൂടെ കച്ച കെട്ടിക്കൊണ്ട് വരുന്നു. പറ്റുന്നത് പോലെ ഞാനും പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെ ഈ വീട്ടിൽ നടക്കുന്നേ? ക്ഷീണം കാരണം ഞാനൊന്ന് മയങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ നല്ല വിശപ്പ്.
അപ്പോഴാ ഭ്രാന്തനും വഴക്കും. കൊള്ളാം എന്തായാലും ഒന്ന് പിങ്കി പറഞ്ഞപ്പോഴത്തേക്കും, ഹായ്, അല്ല ഇതെന്താ ഈ കയ്യിലിരിക്കുന്നേ, കപ്പളങ്ങയല്ലേ എന്ന് ചോദിച്ചപ്പം, ആ പപ്പായ ഓമക്കായ എന്നൊക്കെ ഇതിന് പറയും, നോക്ക് വെറുതെ തൊടിയിലൂടെ ചുറ്റി നടന്നപ്പോൾ കിട്ടിയതാ, ഞാനിങ്ങ് പറിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചിറ്റയ്ക്ക് ഇഷ്ടമാണോ പപ്പായ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ മോളെ, ഇതുകൊണ്ട് മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്, അതറിയോ മോൾക്ക് എന്ന് ചോദിച്ചപ്പം, എന്ത് പ്രശ്നം? അതെ, ഗർഭിണികളെ ഇത് കഴിച്ചുകൂടാന്നാ പറയുന്നേ, അബോർഷൻ ഉണ്ടാകുമോ അത്രേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി വല്ലാണ്ട് ഇതായിട്ടോ, ഭയങ്കരമായിട്ട് ഞെട്ടി. അപ്പം ഗിരിജി ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതിരിക്കാം. എന്താ ചിറ്റയുടെ ഉദ്ദേശം, എന്നെ കൊണ്ട് മറ്റൊന്ന് കഴിപ്പിക്കാൻ വല്ല ആണോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഉദ്ദേശം അതെന്താന്ന് ഞാൻ പറയാം, അതിനു മുൻപ് വേറൊരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. എന്താ? പിങ്കി മോൾക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ അതെ. ഒരു മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇങ്ങനെ കൊതിയോടെ ഇരിക്കാം. എന്താ തോന്നുന്നുണ്ടല്ലേ? ആ, ഈ സമയത്ത് മസാല ദോശയും പുളിമാങ്ങയും ഒക്കെ വേണമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയോ ചിറ്റെന്ന് ചോദിച്ചു. എങ്കിലൊരു ചൂട് മസാല ദോശ ഗൗതം തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മുറിച്ച് ചട്നിയിലോ സാമ്പാറിലോ മുക്കി മോളുടെ നാവിൽ വെച്ച് തന്ന് കഴിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നും പറഞ്ഞിരിക്കുക പിങ്കി. എന്താ ഇഷ്ടപ്പെടില്ലേ? നടന്നത് തന്നെ, ഗൗതമല്ലേ ആള്, അപ്പോൾ നടക്കും മോളെ, ചിറ്റി ഒരു കാര്യം നടത്തുമെന്ന് പറഞ്ഞാൽ അത് നടത്തിയിരിക്കുന്നു, മോൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പം അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതെങ്ങനെ? അതാണ് ഓമയ്ക്ക ചപ്പടി വിദ്യ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ഗിരിജ. ഓമയ്ക്ക ചപ്പടി വിദ്യയോ? ആ അത് തന്നെ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം, മോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കേട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഗിരിജ ഏതാണ്ടൊക്കെ കുറേ പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തതൊക്കെ കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പപ്പായ കൊണ്ട് ഒരാളുടെ കണ്ണ് കെട്ടി ചെപ്പടി വിദ്യ നടത്തുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു. എങ്കിൽ വേഗം ഗൗതമനെ വിളിച്ച് ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് തട്ടിവിടാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ, എൻ്റെ പൊന്നു പപ്പായക്കുട്ട, നിന്നെ കൊണ്ട് ഇത്രയും വലിയൊരു വിദ്യ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നും പറഞ്ഞു പിങ്കി ഫോൺ വിളിക്കാൻ പോയപ്പോൾ ഗിരിജ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. ഇത് കഴിഞ്ഞതേ പിങ്കി ഫോൺ എടുത്ത് നമ്മുടെ ഗൗതത്തെ വിളിച്ചു. കോള് വന്നപ്പോഴേക്ക് ഇവളെന്തിനാ ഈ നേരത്തെ എന്നെ വിളിക്കുന്നത്, ഇനി അടുത്ത തലവേദന എന്തെങ്കിലും ഒപ്പിക്കാനാണാവോ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ കോൾ എടുക്കുക. ആ പറഞ്ഞോ പിങ്കി, എന്തായിരുന്നു? അത് പിന്നെ ഗൗതം ഇപ്പോൾ എവിടെയാന്ന് ചോദിച്ചു. അത് പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ വേഗം ഒന്ന് പറഞ്ഞു, ഞാനിവിടെ ഡ്യൂട്ടിയിലാണ്, കുറച്ച് ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തത്ര ധൃതി എന്ന് പിങ്കി. ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞില്ലേ പിങ്കി, വെറുതെ ഇരിക്കുന്നവർക്ക് അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളാണെന്ന് മനസ്സിലാവില്ല. വെറുതെ ഇരിക്കുന്നോ? ഞാനും ഡ്യൂട്ടിയിലാണെന്നുള്ള കാര്യം ഗൗതം മറന്നുപോയെന്ന് ചോദിച്ചപ്പം, എന്ത് ഡ്യൂട്ടി? അല്ല, ഗൗതരെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഉണ്ടല്ലോ, നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി, അത് മറന്നുപോയെന്ന് ചോദിച്ചപ്പോൾ ഗൗതത്തിന് ദേഷ്യം വന്നു. ഞാൻ ചെയ്യുന്നത് ഒരു ഡ്യൂട്ടി അല്ല, എൻ്റെ കടമയായിട്ട് തന്നെയാണ് കാണുന്നത്, എങ്കിലും എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഗൗതം കാണിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിങ്കി എന്താ വേണ്ടതെന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് വിഷയം വെറുതെ വഷളാക്കണ്ടെന്ന് ഗൗതം പറഞ്ഞു. ആ അങ്ങനെ വഴിക്ക് വരാൻ പറഞ്ഞു പിങ്കി അന്നേരം. അതെ ഗൗതം, എനിക്കൊരു മസാല ദോശ വേണം. ചൂടോടെ ഗൗതം അത് വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ദേഷ്യം വന്നു. പിങ്കി, ഞാൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സില്ലി മാറ്റേഴ്സ് ഒക്കെ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കണോ എന്ന് ചോദിച്ചു. ഗൗതത്തിന് ചിലപ്പോൾ അത് സില്ലി മാറ്റർ ആയിരിക്കും, പക്ഷെ എനിക്കത് അങ്ങനെയല്ല ഗൗതം. പറഞ്ഞല്ലോ, എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് അർത്ഥം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അത് നടത്തണമോ വേണ്ടയോ എന്ന് ഗൗതം തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഗൗതം ചെറുത്താനും കടലിലും നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കുക. അതും പറഞ്ഞ് ഈ പിശാച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഏതായാലും ഒരു കാര്യം ചെയ്യും, മോള് വേഗം തന്നെ ഫോൺ ഓഫാക്കി വെക്കുക, ഇനി ഗൗതം എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാൻ വിളിച്ചാലും കിട്ടരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും അപ്പോഴേക്കും ഗൗതത്തിൻ്റെ കോൾ വന്നു. ഗൗതം വിളിക്കുന്നു, എടുക്കണ്ട, ഫോൺ ഓഫാക്കിക്കോളാൻ പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ഓഫാക്കി വെച്ചു. ഈ സമയം നമ്മുടെ നന്ദ അതുവഴി വരിക. നന്ദ അതുവഴി നടന്നു വരുന്ന സമയത്ത് ഇവരുടെ മുന്നിൽ നമ്മുടെ പവിത്ര ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ നന്ദ അങ്ങോട്ടേക്ക് ചെന്നു. എന്താ പവിത്ര എന്ന് ചോദിച്ചു. അപ്പം മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാ എന്നെ ഇങ്ങനെയൊക്കെ ഈ പഴി കേൾക്കാൻ എനിക്ക് പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പം, എനിക്കറിയാൻ പവിത്രേ, ഞാൻ കുറേ പഴി കേൾക്കുകയും അതുപോലെ കുറ്റപ്പെടുത്തലിൻ്റെ വേദന അനുഭവിക്കുകയും ഒക്കെ ചെയ്തതല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പം ഞാൻ എത്ര തവണ പറഞ്ഞെന്നറിയോ എനിക്കതിലൊരു മനസ്സറിവില്ലെന്ന്, പക്ഷെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും കൂട്ടാക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ തന്നെ ഈ ചെറിയമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. അത് കേട്ട് വിഷമിച്ചിരിക്കുക പവിത്രേ. ഒരാൾ വന്ന് തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയോ ചൽപ്പനങ്ങൾ നടത്തിയെന്ന് കരുതി എന്നതിന് പകരം ഇത് ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ നന്ദ ചോദിക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു, നീ വിഷമിക്കേണ്ട, പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എനിക്കിനി ജീവിക്കണ്ട എന്നും പറഞ്ഞു പവിത്ര ഭയങ്കര കരച്ചിൽ. നീ വിഷമിക്കല്ലേ, ഞാൻ പറയാം, അല്ലെങ്കിൽ തന്നെ അരുണിന് എന്താ വിവരമില്ലേ, കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ പവിത്രയെ സമാധാനിപ്പിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഫോണിലേക്ക് കോള് വരുന്നു, പവിത്രയുടെ ഫോണിലേക്ക്.
ആ സമയത്ത് സജിൻ എന്ന് പറയുന്ന ഒരു കോളാണ് വരുന്നത്. ആ കോള് കണ്ടപ്പോൾ നമ്മുടെ പവിത്ര നടുങ്ങി, ഒട്ടും പ്രതീക്ഷിച്ചില്ല കോൾ. അപ്പം നന്ദ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കില്ല. നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്ര ഇങ്ങനെ ഒരു നോട്ടം. എന്താ പവിത്ര എന്ന് നന്ദ ചോദിച്ചപ്പം ഒന്നുമില്ല എന്നും പറഞ്ഞു പവിത്ര അങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും നന്ദയ്ക്ക് ടെൻഷനായി. പവിത്ര അന്നേരം ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പവിത്ര, നീ ഇതെങ്ങോട്ടാ, ആരാ വിളിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഫ്രണ്ടാ വിളിക്കുന്നേ. അപ്പോൾ നീ എന്തിനാ ഫ്രണ്ട് വിളിക്കുമ്പോൾ ഇങ്ങനെ ഞെട്ടുന്നതെന്ന് നന്ദ ചോദിച്ചപ്പം എന്തോ ഒരു ടെൻഷൻ പോലെ, അയാൾ വന്നു പോയ പിന്നെ എന്തോ ഒരു പേടി പോലെ എനിക്ക്. ഒന്നും സാരമില്ല കേട്ടോ, നീ ഫ്രണ്ടിനോട് സംസാരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ പറഞ്ഞു വിട്ടു പവിത്രെ. അതിനുശേഷം കഷ്ടം എന്ന് പറഞ്ഞു നന്ദ അവിടെ നിൽക്കുക. പവിത്രയുടെ കള്ളക്കളി ഒന്നും ഇവർക്കറിയത്തില്ലല്ലോ. അങ്ങനെ അതും കഴിഞ്ഞ് ഫോൺ എടുത്തു. ഹലോ പവിത്ര എന്നും പറഞ്ഞുകൊണ്ട് സജിൻ വിളിക്കാം. മൈ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ പവിത്ര നിന്നങ്ങ് ഞെട്ടി. പവിത്രയാണ് ഓരോ നിമിഷവും ഞെട്ടിക്കൊണ്ടിരിക്കുക. ടെൻഷനും കയറി പണ്ടാരം അടങ്ങി നിൽക്കുക കേട്ടോ. ഇയാളാണെങ്കിൽ ഇരുന്ന് ചിരിക്കാനും തുടങ്ങി. ഈ സമയത്ത് സജയൻ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു നമ്മുടെ പവിത്ര. അപ്പോഴത്തേക്കും അയാളിരുന്ന് ചിരിക്കാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ ചിരിയും പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇവർ. ഈ സമയം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്, വളരെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. മുൻജന്മത്തിൽ കെട്ടുകഥയും പറഞ്ഞ് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി പെർഫോം ചെയ്ത ഞാനാണ് മിടുക്കനെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇതുവരെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പവിത്രയോട് പറയണു. എൻ്റെ കഥാപാത്രത്തിൻ്റെ പരിണാമം കണ്ട് ഒരു പക്ഷേ നിനക്കെന്നെ മനസ്സിലായില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നും പറഞ്ഞു. കൊള്ളാം, ഏതായാലും അടിപൊളിയായിട്ടുണ്ട് പവിത്രേ. എന്നെ മനസ്സിലായില്ലെന്നുള്ള മട്ടിൽ നിസ്സഹായിയായ നിന്റെ പ്രകടനം ഉണ്ടായിരുന്നല്ലോ, തായിരുന്നു പവിത്രേ, അത്യുഗ്രൻ, പറയാൻ പറ്റില്ല കേട്ടോ. കൺഗ്രാറ്റ്സ് പവിത്ര, കൺഗ്രാറ്റ്സ്, അടിപൊളിയായിരുന്നു. അപ്പം ഈശ്വരനെ ഓർത്ത് എന്നെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പവിത്ര. വേറെ ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്ന് പവിത്ര പറയുമ്പോൾ ഉപദ്രവിക്കാനോ, ഞാനോ, അതും നിന്നെയോ? എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അന്നും ഇന്നും എന്നും അതൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പറയണു. ആ സ്നേഹം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാ ഇത്രയും വർഷം നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിച്ചത് എന്ന് ഇങ്ങനെ സജയൻ പറയുന്നു. വർഷം എത്ര കഴിഞ്ഞുവെന്നോ നീയൊന്ന് എണ്ണിയാൽ മതി, അപ്പം നിനക്കത് മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് 4 പാടും പവിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. അതെ, അന്നത്തെ പവിത്രയല്ല ഞാനിപ്പോൾ, എൻ്റെ ജീവിതമേ മാറിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അറിയാം. പക്ഷേ ഇപ്പം നീ ജീവിക്കുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം. നിനക്ക് മനസ്സിലായോ? അതെന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയുമ്പോഴത്തേക്കും പവിത്ര എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ പഠിപ്പിച്ച് തരാം നിനക്ക്, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ വന്നതൊക്കെ നിനക്കൊരു ഉപദ്രവമാണോ പവിത്ര? ഇതൊക്കെ ഒരു ഉപദ്രവമാണോ? ഇതൊരു ഉപദ്രവേ അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജയൻ ഇങ്ങനെ പവിത്രയോട് പറയുന്നു. പവിത്ര എന്നിട്ട് ഇങ്ങനെ നിന്ന് ഉരുകുക, ഫോണും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അയാൾ അങ്ങന്നിട്ട് അത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് പിങ്കി അവിടെ വെയിറ്റിങ്ങിലാട്ടോ. അപ്പോഴേക്കും ചേച്ചി ഓമക്കാ മുറിച്ച് പിങ്കിയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് അങ്ങ് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പിങ്കി അവിടെ പപ്പായ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഗൗതം കയറി വന്നപ്പോൾ പിങ്കി ഈ ഒരു അവസ്ഥയിൽ കാണുമല്ലേ. ഗൗതത്തിനെ വശീകരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഗൗതം എന്തോ വലിയ ഡ്യൂട്ടിയിലാണെന്നല്ലോ പറഞ്ഞേ. അപ്പോൾ തനിക്ക് മസാലദോശ കഴിക്കണമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. വാങ്ങിക്കൊണ്ട് വരാൻ പറ്റില്ല എന്ന് ഗൗതം പറഞ്ഞായിരുന്നല്ലോ. ഞാൻ അതുകൊണ്ട് പപ്പായ എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതം എന്താ ഇന്ന് നേരത്തെ പോന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങ് വരുക. പിങ്കി വിളിച്ച് പറഞ്ഞിരുന്നു മസാലദോശ വേണമെന്ന്. അപ്പോൾ എൻ്റെ പിങ്കി മോളെ നീ ഇത് എന്ത് പണിയായി കാണിച്ചേ? ഗൗതമിന് നല്ല തിരക്കുള്ളതല്ലേ, എന്തെങ്കിലും വേണമെങ്കിൽ ചിറ്റി ഉണ്ടാക്കി തരത്തില്ലേ? അപ്പം വേണ്ട, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട, ഞാൻ ഈ പപ്പായൻ്റെ ജ്യൂസ് കുടിച്ച് തൃപ്തി ആയിക്കോളാം എന്ന് പറഞ്ഞപ്പം എൻ്റെ ഭഗവാനെ ഇത് ഓമയ്ക്കല്ലേ എന്നും ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി അങ്ങനെയും പറയാം മോളെ, ഈ സമയത്ത് ഇത് കഴിച്ചാലേ എത്ര വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക. ആ സമയത്ത് നമ്മുടെ പിങ്കി ഒന്നും അല്ലാത്ത പോലെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. വയറ്റിൽ കിടക്കുന്ന ഗർഭയെ അത് അലസിപ്പോകും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗൗതം ഞെട്ടി ഈ ഗിരിജയും പിങ്കിയും കൂടെ പറയുന്ന കാര്യം കേട്ടിട്ട്. അങ്ങനെ കുഞ്ഞിനെ അലസിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന വേഷം കെട്ടുകൾ അതെല്ലാം കേട്ട് ഗൗതം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ അതൊക്കെ ആൾക്കാർ വെറുതെ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണെന്ന് പറഞ്ഞു പിങ്കി. ഗൗതം, ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, സ്വന്തം കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ പിങ്കിയെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പോൾ പിങ്കി പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗൗതം കേട്ടില്ലല്ലോ, പിന്നെന്താ എന്നോട് പറയുന്നത്? ഇനി ഗൗതം പറയുന്നത് ഞാനും കേൾക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞപ്പം പിങ്കി നീ വെറുതെ വാശി പിടിക്കരുത്. ശരി, വാശി പിടിക്കുന്നില്ല. ഗൗതം ഒരു കാര്യം ചെയ്യുക, ഗൗതം മസാലദോശ പൊളിച്ച് ചട്നിയിലും സാമ്പാറിലും ഒക്കെ മുക്കി ഓരോരോ പീസായിട്ട് എൻ്റെ നാവിൽ വെച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനെ ഗൗതത്തിനെ കൊല്ലുക. ഇതൊക്കെ കേട്ട് ഗിരിജ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ പിങ്കിയും അത് വേണമെങ്കിൽ ഗൗതം ചെയ്തു തരും. ഇല്ല ഗൗതം, വാങ്ങിച്ചുകൊണ്ട് ഡ്യൂട്ടിക്കിടെ ഓടി പിടിച്ച് വരാമെങ്കിൽ പിന്നെ കഴിപ്പിക്കാനാണോ ബുദ്ധിമുട്ട്? ഇല്ലെങ്കിൽ പിന്നെ പപ്പായ ജ്യൂസ് ഞാൻ കുടിക്കുള്ളൂ, അല്ലാണ്ട് ഞാൻ കഴിക്കില്ല. അപ്പോൾ ഈ കൂട്ടിയിട്ടൊരു വാശി
ഗൗതം തരും പെണ്ണെ ഒന്ന് അടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ അങ്ങനെ ഗൗതത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇവള്. അവള് ഈ പറയുന്നത് കേട്ടില്ലേ, അവളുടെ ഓരോരോ ആഗ്രഹങ്ങളെ ഓനതങ്ങ് ചെയ്തു കൊടുത്തേക്ക് എന്ന് ഗിരിജ എന്നിട്ട് ഗൗതത്തിനോട് പറയാം. പിങ്കി ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ ചവിട്ടി കൂട്ടി കൊല്ലാനുള്ള കളി വരും, അതുപോലത്തെ ഇരിപ്പാണ്, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഗിരിജിച്ചിട്ട് അത് വാരി കൊടുക്കുക എന്ന് നമ്മുടെ ഗൗതം ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും രണ്ടെണ്ണത്തിൻ്റെ കളി അങ്ങ് മാറിയില്ലേ. ആ സമയത്ത് അയ്യോ എൻ്റെ പൊന്നു ഗൗതം, എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ, ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുള്ളിക്കാരി അങ്ങ് തടിയും തപ്പിപ്പോയി. ഈ സമയം എന്താ ഗൗതത്തിന് വയ്യേ എന്ന് വെങ്കി ചോദിച്ചു. എങ്കിൽ ഞാൻ ഈ പപ്പായ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് ഗൗതം. അവളെ നേരത്തേന് ഇങ്ങനെ ഗൗതത്തിനെ നോക്കുവാട്ടോ. അങ്ങനെ ഗൗതത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. ശരി ഞാൻ കഴിക്കുന്നില്ല എങ്കിൽ പിന്നെ ഗൗതം എനിക്കിത് വാരിത്താ എന്ന് പറഞ്ഞ് ഗൗതത്തിനെ കൊണ്ട് ഇവള് കഴിപ്പിക്കുന്നു. ഈ സമയത്ത് ഒന്നും അറിയാതെ നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ പുറത്ത് വിഷമിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും ഗിരിജ അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് പണിയാ, ഞാൻ കുറച്ച് അമ്മയെ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു നന്ദ പറഞ്ഞു. അത് കൊള്ളാം, അടുക്കള ജോലിയാണോ ഇപ്പൊ പ്രധാനം എന്ന് ചോദിച്ചപ്പം അതെന്താ അടുക്കള ജോലിക്ക് പ്രാധാന്യം കുറവുണ്ടോ എന്ന് നന്ദ ചോദിച്ചു ഗിരിജയോട്. മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കണ്ടേ, ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അടുക്കളയും അവിടുത്തെ ജോലികളും ഉണ്ടായാലേ തീരുമെന്ന് ചോദിച്ചു. എന്നാലും അടുക്കളപ്പണികളെ എന്തോ വില കുറഞ്ഞ ഇടപാടായിട്ടാണ് എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ നന്ദയുടെ മെയിൻ ഡ്യൂട്ടി എന്താ എന്ന് ഗിരിജ ചോദിച്ചു. അപ്പം നന്ദ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.